ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോരോ കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഈ തൂഫാനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പിള്ളേരൊന്നും വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യരുത്, പോലീസും മീഡിയയും ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ഒരു ഐറ്റവും കൊണ്ട് വന്നേക്കുവാണേ. ഇത് കണ്ടോണം, ലഹരി കേസുകളിലെ വനിതാ പ്രതികളുടെ ദൃശ്യങ്ങൾ പകർത്തരുത്, എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശമെന്ന്. ഇതെന്തൊരു ഊളത്തരമാണ് ഇത്. ഇതിനകത്ത് സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ടുപേർക്കും ഒരേ പ്രശ്നമാണ്, പേരുദോഷം ഒരുപോലെ. ഇതടിക്കുന്നവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അവരെ പിന്നീട് പലയിടത്ത് വെച്ചിട്ടും ഇങ്ങനെയൊക്കെ ആളുകൾ ഇടപെടാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എല്ലാം കഞ്ചാവടിച്ചുകൊണ്ടാണെന്ന് പറയാൻ സാധ്യതയുണ്ട്. ജോലി കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്. കല്യാണം നടക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. കല്യാണം നടന്നാൽ തന്നെയും അത് റിസ്കി കല്യാണമാകാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ എവിടെ പോയാലും ഇമാതിരി വർത്തമാനങ്ങൾ, ഇമാതിരി നോട്ടം, ഇമാതിരി ചൊറിച്ചിൽ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ വേറെ എന്ത് സംഭവിക്കാനാണ്? അപ്പോൾ എന്താണ് സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസം? പുരുഷനെ എന്തും ആകാമെന്നോ? എടോ, ഞാൻ പറഞ്ഞില്ല, ഇത് സ്ത്രീയും പുരുഷന്മാരുടെ ചെറുപ്പക്കാരായ പിള്ളേർ രണ്ടെണ്ണം അടിച്ചോ അല്ല ഇത് മേടിച്ച് അടിച്ചു കുടിച്ചോ എന്തെങ്കിലും കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവനെ മീഡിയയിലിട്ട് നാറ്റിക്കാൻ പാടില്ല. ഇത് എന്തോ നോക്കിയിരിക്കുക കോടതിയൊക്കെ. ഇവർക്ക് എന്ത് കണ്ണ് കാണത്തില്ലേ? ഈ പൊട്ടന്മാരെന്തോ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഇതെങ്ങനെ വന്നു? ഈ പെണ്ണുങ്ങളെ എന്തിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇതെല്ലാവരും ഒരുപോലെ കൺസിഡർ ചെയ്യണം. ഇത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ്. അയാൾ കഞ്ചാവടി നിർത്താൻ പറ്റും ഇടയ്ക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കാണത്തുള്ളൂ, വെറുതെ ഒരു രസത്തിന് ഉപയോഗിച്ചായിരിക്കും. ഉടനെ അവനെ പിടിച്ചുകൊണ്ട് പോയി മീഡിയയ്ക്ക് മുന്നിൽ നിർത്തി അവന് കഞ്ചാവടിക്കാരനായിട്ട് നിങ്ങൾ ലേബൽ ചെയ്താൽ അയാൾ ജീവിതകാലം മുഴുവൻ ഈ പേരുദോഷം ചുമന്ന് നടക്കണ്ടേ? അത്രയും ഈ കേരളം മൊത്തം കാണുന്ന വാർത്തയ്ക്കകത്ത് പെടുത്തി കഴിഞ്ഞാൽ അവനെ വീണ്ടും പലയിടത്ത് വെച്ച് കാണുമ്പോൾ അവൻ മറ്റവനല്ലെന്ന് പറയുന്ന നാടല്ലേ ഇത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത്. എന്നിട്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അയാൾക്ക് കഞ്ചാവ് അടിച്ചതിനേക്കാളും വലിയ ദുരന്തമാണ് ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. പോലീസെന്ന് മീഡിയ എന്ന്. നിങ്ങൾ ഈ പോലീസും മീഡിയ ശരിക്കും എന്താ ആൾക്കാരെ നാട്ടിക്കാനിരിക്കുന്നവരാണോ? സംരക്ഷിക്കാനും അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ സ്വത്തിനും മാനത്തിനൊക്കെ സംരക്ഷണം കൊടുക്കുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്? മീഡിയ എന്താണ്? ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ മീഡിയയുടെ ഭാഗം എന്താണ് നിങ്ങൾ? അപ്പോൾ നിങ്ങളൊക്കെ കൂടി ഒരാളെ തേജോധം ചെയ്യുക, അയാളുടെ ഭാവി നശിപ്പിക്കുക. ഇത് അടിച്ചതിൻ്റെ ഉത്തരവാദി ആരാണ്? അല്ല, ഈ ചെറുക്കൻ ഇത് അടിക്കുന്നു, അവനത് കിട്ടിയതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാ? ഒരു പയ്യനെ അടിക്കുന്നവനാണെന്ന് പറഞ്ഞ് കുറച്ച് കഞ്ചാവോ MDMA എന്ത് മൈര് വേണം കിട്ടിക്കോട്ടെ, അവൻ കയ്യിൽ എങ്ങനെ അത് കിട്ടി? അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അത് അവിടെ വരെ വരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായത് പോലീസും ഈ ഗവൺമെൻറ്റും തന്നെയല്ലേ? അപ്പോൾ മീഡിയ എവിടെ ആയിരുന്നു? ഇതും കൊണ്ട് കടന്നു വന്നപ്പോൾ മീഡിയയ്ക്ക് അങ്ങ് പിടിക്കരുതാന്ന്. എന്നാൽ പിന്നെ ഇവരെയൊക്കെ അവൻ്റെ കിട്ടി, അവനത് അടിച്ച് അവൻ ഉപയോഗിക്കുന്നവനായിരിക്കും. അവൻ ഉപയോഗിച്ചിട്ടുണ്ട്, പല സാഹചര്യങ്ങളിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ചിലതിന് അഡിക്റ്റ് ആകുന്നുണ്ട്. അഡിക്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ മെൻ്റലി ഇത് കൺട്രോൾ യൂസ് ചെയ്യാൻ കേപ്പബിൾ അല്ലാത്ത ഒരാൾ അഡിക്റ്റ് ആവും. അല്ലാതെ എല്ലാവരും ഇത് അടിച്ച് എന്ത് ഡ്രഗ് അടിച്ചാലും ആരും അഡിക്റ്റ് ആവത്തില്ല. അതെനിക്ക് ഉറപ്പാണ്. എന്ത് സാധനം എന്തെല്ലാം ഇവിടെ അവൈലബിൾ ആണ് എല്ലാവരും പോയി മേടിച്ചടിക്കുകയാണോ? അല്ല, ചിലർ അടിക്കത്തില്ല. ചിലർ അടിച്ചാലും കുറച്ചടിക്കും, പിന്നെ പരിപാടി നിർത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും അടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ഒരാളെ പിടിച്ചിട്ടാണെങ്കിൽ ഇവർ ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് കൂടുതൽ അടിക്കുന്നവരാ കുറവടിക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. അല്ലെ, സ്ഥിരം അടിച്ച് പിടിക്കുന്നവരാണ് ശരി, അവനെ വേണേ അങ്ങ് പബ്ലിഷ് ചെയ്യും, ഇവനെ കൊണ്ട് വലിയ ശല്യമാണെന്ന് പറയാം. അതിനകത്ത് എത്ര പേരെ കാണിക്കേണ്ടി വരും? അതല്ല, എന്നാലും വേണ്ട. കാരണം ഇത് മാത്രമല്ല, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ശരിയല്ല. കേസാക്കി ജാമ്യത്തിൽ മറ്റേ റിമാൻഡിൽ കൊണ്ടുപോയി പിന്നെ ജാമ്യത്തിൽ ഇറങ്ങണമെന്ന്. അങ്ങനെയല്ല ഇത് പോകേണ്ടത്. കേസാക്കണം, സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, റീഹാബ്, ഡി അഡിക്ഷൻ, ഈ വക ഏരിയകളിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കൗൺസിലിംഗ് അടക്കം കൊടുത്ത് വീട്ടുകാരെയും അതിന് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിപ്പിച്ചിട്ടേ വിടാവും. അതാണ് അതിൻ്റെ കറക്റ്റീവ് മെഷർ. അല്ലാതെ ഒരിക്കലും ഇവർ ഈ കാണിക്കുന്നത് തെണ്ടിത്തരം, വെറും ഉത്തരവാദിത്തം ഇല്ലാത്ത പരിപാടി. ഓൾറെഡി അവരുടെ ഉത്തരവാദിത്തം എല്ലാം കൊണ്ടാണ് ഈ സാധനം ഇവിടെ ഈ ലോക്കൽ ഏരിയയിലൊക്കെ ആൾക്കാർക്ക് കിട്ടാൻ തുടങ്ങിയത്. ഇത്രയും സുലഭമായിട്ട് ഈ സാധനമൊക്കെ അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആരുടെ അനാസ്ഥയാണ്, അല്ലെങ്കിൽ ആരുടെ കാര്യം കാണിച്ച അഴിമതിയാണത്. ഇത് മേളിൽ നിന്ന് ഉള്ള ഒരു അഴിമതി പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഈ ബോർഡറും കടന്ന് ഇത്രയും ആളുകളുടെ കൂടെ ഈ വണ്ടിയിലെല്ലാം ഇത് വന്ന് റോഡിലാണ് MVD ഉണ്ട്, പോലീസുണ്ട്, എക്സൈസ് ഉണ്ട്, ക്യാമറയുണ്ട്, ED ഉണ്ട്, പിന്നെ ഇൻകം ടാക്സുകാരുണ്ട്, എല്ലാവരും റോഡിൽ നിൽക്കുക. ഈ സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റും പിടിക്കുമ്പോൾ എനിക്കൊന്നും സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റ് മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി എല്ലാം ഇതൊരു കടന്നു പോകുന്നുണ്ട് എങ്ങനെയൊക്കെയോ. അതൊക്കെ പലരുടെയും അഴിമതി അനാസ്ഥയല്ലേ? അഴിമതി ഇല്ലെങ്കിൽ അനാസ്ഥ, രണ്ടിൽ ഏതെങ്കിലും ഒന്നല്ലേ? അപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഈ യൂസർ എന്ന് പറയുന്ന ഈ അടിക്കാരനോ അല്ലെങ്കിൽ ഒരു പെഡലറോ ഈ പുഷറെന്നോ പറഞ്ഞൊരു ആൾക്കാരെ പിടിച്ച് കഴിയുമ്പോൾ അവരെ മീഡിയയ്ക്ക് മുന്നിൽ ഇരുത്തി നാട്ടുകാരുടെ മുന്നിൽ മുഴുവൻ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ഒരു വാർത്ത ഉണ്ടാക്കിയിട്ട് എന്തോ വലിയ വേട്ട നടത്തി ഭയങ്കര പിടുത്തമാണ്, ഇവിടെ ഉള്ളവരെല്ലാം സേഫാണ് എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ഈ ആളുകളെ ഇരകളാക്കുന്നത് ശരിയല്ല. ഓൾറെഡി അവർ ഇരകളാണ്, മനസ്സിലാകുന്നുണ്ട്. അവർ ആരുടെ ഇരകളാണെന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല അവർ എന്ത് ഏലിയൻസോ, അവർ നമ്മുടെ കുട്ടികളെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് വീക്ക് ടാർഗറ്റ്സ് എന്നൊക്കെ പറയുന്നു. ആരാണ് ഈ അവർ? എന്താണ് ഏലിയൻസ് ഒന്നുമല്ല, അതൊക്കെ ഇവിടെ ഉള്ളവർക്ക് തന്നെയാണ്. എല്ലാവർക്കും അറിയാൻ ചെയ്യുമായിരിക്കുമല്ലോ ഇത് വരുന്ന എങ്ങോട്ടാണ് പോകുന്നതൊക്കെ. ഈ പറഞ്ഞ പല പോലീസുകാർക്കും പല കച്ചവടക്കാരെ അറിയാം, പല വണ്ടികളറിയാം. പക്ഷേ എവിടെയോ അതങ്ങോട്ട് കണ്ണടഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നതുകൊണ്ട് മാത്രമല്ല ഈ പാവപ്പെട്ട പിള്ളേരെ കിട്ടിയത്. അപ്പോൾ അവരെ പിടിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാവോ? ഞാൻ വിശ്വസിക്കത്തില്ല. ഇത് എനിക്കറിയാം അതെങ്ങനെയായി സംഭവിക്കുന്നതെന്ന് ഇവിടെയൊക്കെ. കാരണം ഇപ്പോൾ എൻ്റെ ഇപ്പോൾ വേടെന്ന് പറഞ്ഞ ഗായകൻ ചെയ്യുന്ന ഒരു പ്രാവശ്യം എന്തോ വീട്ടിൽ നിന്ന് പിടിച്ച് പാവം വലിയ കഞ്ചവടിക്കാനായി എവിടെ അവൻ എന്തോ അടിച്ച് കാണും, അതെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കുവാനോ അതിന് വേണ്ടിയുള്ള സാധനം എല്ലാം കൂടെ വലിച്ചു കയറ്റാൻ അവരൊക്കെ പറ്റത്തില്ല. പിന്നെ അഥവാ ഒരാൾ കൂടുതൽ അടിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ പരിഹരിക്കാതെ ഇവിടെ നിന്നൊരു പൊതി കിട്ടി, അവിടെ നിന്ന് എന്തോ മറ്റേ ഇല കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഇത് അടിച്ച ഒരാളെ ഉടൻ തന്നെ വലിയൊരു കഞ്ചാവടിക്കാരനായിട്ടോ മയക്കുമരുന്ന് ഉപഭോക്താവായിട്ടോ ഉപയോഗിക്കുന്നവനായിട്ടോ ഒക്കെ കണ്ട് അവനെ തേജോധം ചെയ്ത് അവൻ്റെ ചുറ്റുപാടിൽ മുഴുവൻ നാണക്കേടുണ്ടാക്കി കൊടുക്കുന്നതാണ് ഇതിൻ്റെ പ്രതിവിധി എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ കേരളത്തിലേ ഉള്ളൂ. ഇനി ഇന്ത്യ മൊത്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇന്ത്യ മൊത്തം ഇങ്ങനത്തെ ഈ കഞ്ചാവൊന്നും വലിയ സീരിയസ് ആയിട്ടുള്ള ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലാണ് ഈ ശാസ്ത്രജ്ഞന്മാരുള്ള ഇവർക്ക് ഒരു ബോധമില്ല.
ഇവർക്ക് ഇതെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഇവർക്ക് എന്താ പറയുക, ഇതിനെ മാനേജ് ചെയ്യാൻ അറിയത്തില്ല, കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ല, ബോധവൽക്കരണം വേണ്ട രീതി കൊടുക്കാൻ അറിയത്തില്ല. നാളെ നിങ്ങൾ രമേശ് ചെന്നിത്തല നടന്ന് സ്റ്റേജും കെട്ടി കുറേ IAS IPS ഓഫീസേഴ്സ് നിരന്നിരുന്ന് എന്തൊക്കെയോ പ്രസംഗിക്കുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഓരോരുത്തർ പിടിച്ചിട്ട് ഇതുപോലെ വീഡിയോ ഉണ്ടാക്കി വിടുന്നു, വാർത്തയാക്കുന്നു. വാവ്, സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് റിയാലിറ്റേഷനും മറ്റ് സെൻറ്റേഴ്സൊക്കെ അവിടെ എല്ലാം തൂഫാൻ കയറുന്നൊക്കെ പറഞ്ഞ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലത്, അത് വേണം. പക്ഷേ അപ്പോഴും ഈ കേസ് കൊടുക്കരുത് ഇവർക്ക് കേസ് കൊടുക്കുന്നത് കള്ളത്തിനാണ്. അതൊരു കറപ്ഷൻ അല്ല, അതൊരു സ്കാം പോലെ എനിക്ക് തോന്നുന്നു. കാരണം കൂടുതൽ കേസ് ഉണ്ടാക്കുക, അങ്ങനെ വരുമാനം കൂട്ടുക, മനസ്സിലാകുന്നുണ്ടോ? ഒരുപാട് പേര് കേസിൽ പ്രതിയാവുന്നു, കേരളത്തിലുള്ളവർ മുഴുവൻ കേസിൽ പ്രതിയാവുന്നു. അങ്ങനെ ഭരിക്കുന്നവരും പോലീസുകാരുടെ കുടുംബം മാത്രം കേസിൽ പ്രതികളല്ല. പിന്നെ ഇടയ്ക്ക് ചില പോലീസുകാർ MDMA വിറ്റുപിടിച്ചു, നാട്ടുകാർ കൈയോടെ പൊക്കി കൊടുക്കുമ്പോഴൊക്കെ അവരും കേസിൽ പ്രതിയാവുന്നു. അങ്ങനെ കേരളം മുഴുവൻ കേസിൽ പ്രതിയാവുന്നു. അങ്ങനെ കേരളത്തിന് ചുറ്റും വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു മതിൽ പണിതിട്ട് ജയിൽ എന്ന് എഴുതി വെക്കാമെങ്കിൽ പിന്നെ ആരും പുറത്തോട്ടും പോകേണ്ട, അകത്തോട്ട് ആരും വരികയും വേണ്ട. വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരെ വല്ലതും ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ജയിലിനകത്തോട്ട് ഇതിനകത്തോട്ട് ഡോർ വന്ന് കയറ്റി വിട്ടാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലല്ലേ എത്തത്തുള്ളൂ. പിന്നെ കുറച്ച് ഗാർഡും കാണും, പോലീസും കാണും, അവർ മാത്രം ഡീസൻറ്റ് ആൾക്കാർ. പിന്നെ ഇവിടെ ഭരിക്കുന്നവരെ മന്ത്രിമാരെന്ന് പറഞ്ഞവന്മാരെല്ലാം കറപ്ഷൻ ആയതുകൊണ്ട് അവന്മാർ ഈ ജയിലിനകത്ത് തന്നെ. ഈ കേരളം എന്ന് പറയുന്നത് ജയിലാണോ? കേരളം പ്രാന്താലയം എന്നാണ് പറഞ്ഞിരുന്നുണ്ട് പണ്ടെങ്ങാണ്ട് ആരോ പറഞ്ഞത്. നാണാർത്ഥ ഭ്രാന്താണോ പറഞ്ഞത്? ആരോ പറഞ്ഞത്